നമസ്കാരം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ഭീതിയിൽ ഇനി എത്ര നാൾ? വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ആശ്രമക്കൊല്ലി ഐക്കരക്കൊടിയിൽ തൊഴുത്തിൽ കെട്ടിയ പശുവിനെ ആക്രമിച്ചു. ശബ്ദം കേട്ട് വീട്ടുകാർ വന്നതോടെ കടുവയും പശുവും ചാണകക്കുഴിയിൽ വീണു. കഴിഞ്ഞ ദിവസവും ഇതിന് സമീപത്ത് കടുവയിറങ്ങി കാളക്കുട്ടിയെ കൊന്നു തിന്നിരുന്നു. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അരുൺ, വീണ്ടും ഒരു കടുവയാക്രമണം. വയനാടൻ ജനതയുടെ ഭീതി ഏറ്റിക്കൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് സംഭവിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്? വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആശ്രമക്കൊല്ലി ഐക്കരക്കുടിയിൽ എൽദോസിന്റെ തൊഴുത്തിൽ കിട്ടിയ പശുവിനെയാണ് കടുവ ആക്രമിച്ചത്. ആ ശബ്ദം, അതായത് പശു കരയുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ പുറത്തേക്ക് എത്തിയത്. ആ സമയത്തേക്കും കടുവയും പശുവും ഈ ചാണകക്കുഴിയിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് കടുവ രക്ഷപ്പെട്ടു. എന്തായാലും തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കടുവ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു. 10 സ്ഥലത്ത്, കഴിഞ്ഞ ദിവസം നാട്ടുകാർ പറഞ്ഞതുപോലെ 10 സ്ഥലത്ത് കടുവയുടെ സാന്നിധ്യം ഈ പുൽപ്പള്ളി മേഖലയിൽ സ്ഥിരീകരിച്ചു. പക്ഷേ വനം വകുപ്പ് യാതൊരു വിധത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ ഈ കടുവ രാത്രി തോട്ടത്തിലേക്ക് കയറിപ്പോയി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ആ പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. ഈ വീടിന്റെ സമീപ പ്രദേശമായ അമ്പത്തിയാറിലാണ് ഇന്നലെ രാത്രി ബൈക്കിൽ വീട്ടിലേക്ക് വരുന്ന വഴി വാഴിയിൽ അനീഷ് എന്ന യുവാവ് കടുവയുടെ മുന്നിൽപ്പെട്ടത്. തുടർന്ന് ഈ യുവാവ് ബൈക്കിൽ നിന്ന് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ ഇങ്ങനെ കടുവ ആക്രമണം ഉണ്ടാകുന്നതിൽ നാട്ടുകാർ ഒന്നാകെ ഭീതിയിലാണ്. ഇപ്പോൾ പുതുതായി വന്നത് ഐക്കരക്കുടിയിലാണ് ഏറ്റവും അവസാനം കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രവിത. അരുൺ പാർക്കിലാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിസന്ധിയിലാണ് വയനാടൻ ജനത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം. വന്യജീവി ആക്രമണത്തിൽ ജനരോഷം രൂക്ഷമായ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി MP ഇന്നെത്തും. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 പേരുടെയും വീടുകൾ സന്ദർശിക്കും. ജില്ലാ റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം ഉച്ചയോടെ അദ്ദേഹം മടങ്ങും. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, രാവിലെ 5 മണിയോടെ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് പുറപ്പെടും എന്നാണ് അറിയിച്ചിരുന്നത്. അദ്ദേഹം എപ്പോൾ എത്തുമെന്നാണ് കരുതുന്നത്? അദ്ദേഹം ഇന്ന് രാവിലെ 7:45 കൂടി ചാലികദ്രയിലെ അജീഷിന്റെ വീട്ടിൽ എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. അദ്ദേഹം ഇവിടേക്കുള്ള യാത്രയിലാണ് രാഹുൽ ഗാന്ധി. അജീഷിന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം പിന്നീട് നേരെ പോവുക കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം മരിച്ച പാക്കത്തെ പോളിന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും നേരിട്ട് കാണും. ഇതിനുശേഷം മൂടക്കൊല്ലിയിലേക്കാണ് രാഹുൽ ഗാന്ധി പോവുക. മൂടക്കൊല്ലിയിൽ ഈ നേരത്തെ കൊല്ലപ്പെട്ട, അതായത് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ കുടുംബാംഗങ്ങളെയും രാഹുൽ ഗാന്ധി നേരിൽ കാണുന്നുണ്ട്. ഇതിനുശേഷം കളക്ടറേറ്റിലേക്ക് വരും. കളക്ടറേറ്റിലെത്തി റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുക്കും. ജില്ലാതല അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് പിന്നീട് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോകുന്നത്. അവിടെ നിന്നും അലഹാബാദിലേക്ക് മടങ്ങാനുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഈ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ ഇത്തരം മരണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഈ കുടുംബാംഗങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി ഫോണിൽ ബന്ധപ്പെട്ട് വിശദമായി സംസാരിച്ചിരുന്നു. ഇതിനുശേഷം ഇന്നലെ പോലും MP എവിടെ എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ പൊതുവെ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് തിടുക്കത്തിൽ രാഹുൽ ഗാന്ധി എത്താനുള്ള തീരുമാനത്തിലേക്ക്, ഭാരത് ന്യായ് യാത്രയ്ക്ക് അവധി നൽകി എത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. വേഗത്തിൽ അദ്ദേഹം ഇന്ന് ഉച്ചവരെയാണ് അദ്ദേഹത്തിന്റെ പര്യടന പരിപാടികൾ വയനാട്ടിൽ നടക്കുന്നത്. ഇതിനുശേഷം അദ്ദേഹം ഉച്ചയോടുകൂടി മടങ്ങുന്ന വിധത്തിലാണ് ഷെഡ്യൂളുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. പ്രവിത. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. രാഹുൽ ഗാന്ധി MP 7:45 വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാനായി എത്തിച്ചേരും എന്നാണ് ലഭിക്കുന്ന വിവരം. വയനാട് കുറുവയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇക്കോ ടൂറിസം ജീവനക്കാരൻ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ പുൽപ്പള്ളിയിലുണ്ടായ പ്രതിഷേധത്തിൽ 5 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിവിധ അക്രമ സംഭവങ്ങളിൽ കണ്ടാലറിയുന്ന 100 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. വനം വകുപ്പിന്റെ വാഹനം ആക്രമിച്ചതിനും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും മൃതദേഹം തടഞ്ഞതിനുമടക്കം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അജയ് നടവയൽ, ഷിജു പെരിക്കല്ലൂർ, സജീഷ് കുളത്തൂർ എന്നിവർക്കെതിരെയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അക്രമ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. വയനാട് മാനന്തവാടിയിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്നയ്ക്കായുള്ള ദൌത്യം 8ാം ദിവസം. അവസാനം സിഗ്നൽ ലഭിക്കുമ്പോൾ ആനപ്പാറ മേഖലയിലാണ് ആനയുള്ളത്. കാട്ടിക്കുളം ബാവലി റോഡിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയുള്ള പ്രദേശമാണിത്. പനവല്ലി മേഖലയിൽ നിന്ന് ഇന്നലെയാണ് ബേഗൂർ ഭാഗത്തേക്ക് ആന എത്തിയത്. ആദ്യം
ട്രാക്കിംഗ് ടീമും പിന്നാലെ RRT വെറ്റിനറി സംഘവും മയക്കുവെടി ദൌത്യത്തിനായി കാട്ടിലേക്ക് തിരിക്കും. കോഴിക്കോട് പൂവാട്ടുപറമ്പ് ചെമ്പകശ്ശേരി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. താലപ്പൊലിക്ക് പിന്നാലെയാണ് ആനയിടഞ്ഞത്. ആനപ്പുറത്ത് തിടമ്പുമായി 4 പേരുണ്ടായിരുന്നു. ഇവരെയും കൊണ്ട് ആന കുറച്ചു ദൂരം ഓടി. ഇവർ പിന്നീട് ചാടി ഇറങ്ങുകയായിരുന്നു. പരിഭ്രാന്തരായ ജനം ചിതറിയോടിയെങ്കിലും ആർക്കും പരുക്കില്ല. ആനയെ പാപ്പാന്മാർ ചേർന്ന് തളച്ചിട്ടുണ്ട്. മറ്റു വാർത്തകൾ നോക്കാം. കൊല്ലത്ത് തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി M. മുകേഷ് MLA പേര് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു. NK പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. CPIMനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം നടക്കുന്ന ഇടമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ മണ്ഡലം പിടിക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥി വേണമെന്ന നിർദ്ദേശത്തിൽ നിന്നാണ് M. മുകേഷ് MLA പേരിലേക്ക് CPIM എത്തിയത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റാണ് മുകേഷിന്റെ പേര് നിർദ്ദേശിച്ചത്. മന്ത്രി KN ബാലഗോപാലിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശമുണ്ടായത്. സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചാൽ കൊല്ലത്ത് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം തീപാറുമെന്ന് ഉറപ്പ്. മണ്ഡലത്തിലെ ഈഴവ പ്രാതിനിധ്യം മുകേഷിന് അനുകൂലമാകുമെന്നാണ് പാർട്ടി ജില്ലാ ഘടകത്തിന്റെ വിലയിരുത്തൽ. സെലിബ്രിറ്റി മുഖമായതിനാൽ പാർട്ടി വോട്ടുകൾക്കപ്പുറമുള്ള വോട്ടുകൾ നേടാനാകുമെന്നും CPIM കണക്കാക്കുന്നു. CS സുജാതയുടെ പേര് ഒരു ഘട്ടത്തിൽ ഉയർന്നെങ്കിലും സാധ്യതകളെല്ലാം മുകേഷിന് അനുകൂലമാണെന്ന് പാർട്ടി വിലയിരുത്തുകയായിരുന്നു. അതേസമയം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഔദ്യോഗിക പ്രഖ്യാപനത്തിനും 2 ആഴ്ച മുൻപ് തന്നെ UDF പ്രവർത്തകർ പ്രേമചന്ദ്രനായി ചുവരെഴുത്തുൾപ്പെടെയുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചു. അരുൺരാജ്, 24, കൊല്ലം. കോട്ടയത്ത് LDF UDF സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങി. ഇന്നലെ UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിനാണ് കളം ഒരുങ്ങിയത്. പ്രമുഖരെ നേരിട്ട് കാണുന്ന തിരക്കിലാണ് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷമാകും ഫ്രാൻസിസ് ജോർജ് പ്രചാരണത്തിലേക്ക് കടക്കുക. NDA സ്ഥാനാർത്ഥിയെയും ഉടൻ പ്രഖ്യാപിക്കും. BDJS സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി എത്താനാണ് സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ UDFൽ ഇനിയും പ്രതിസന്ധി അവസാനിക്കുന്നില്ല. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ എങ്ങും എത്താത്ത സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും RSPയും സ്വന്തം നിലയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. UDF ഏകോപന സമിതി യോഗം ഉൾപ്പെടെ വൈകുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇന്നലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം സീറ്റിൽ ഫ്രാൻസിസ് ജോർജിനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് കൊല്ലം സീറ്റിൽ NK പ്രേമചന്ദ്രനെ RSP UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും. എത്രയും വേഗം മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് തർക്കം പരിഹരിക്കണമെന്നാണ് UDFലെ മറ്റ് ഘടകകക്ഷികളുടെ ആവശ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നേതൃത്വം നൽകുന്ന ജനകീയ പ്രക്ഷോഭയാത്രയായ സമരാഗ്നി ഇന്ന് തൃശൂർ ജില്ലയിൽ രാവിലെ 10-ന് ജില്ലയിലെ ജനകീയ പ്രശ്നങ്ങളും പൊതുവിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ജനകീയ ചർച്ചാ സദസ്സ് തെക്കേ ഗോപുരനടയിൽ പന്തലിൽ നടക്കും. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സദസ്സിൽ മുഴുവൻ സമയവും പങ്കെടുക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് ഇരകളായവർ, വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ സദസ്സിലുണ്ടാകും. വൈകിട്ട് ചേരുന്ന പൊതുസമ്മേളനം മുൻ കേന്ദ്രമന്ത്രിയും MP-യുമായ P. ചിദംബരം ഉദ്ഘാടനം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് സീറോ മലബാർ സഭ ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണം എന്നതാണ് പ്രധാന ആവശ്യം. വന്യജീവി ആക്രമണത്തിന് പരിഹാരം കണ്ടെത്തണമെന്നും EWS മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണമെന്നുമാണ് സഭ മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് നിർദ്ദേശങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നിൽ നിലപാട് തുറന്നു പറയുകയാണ് സീറോ മലബാർ സഭ. ക്രൈസ്തവരുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്നാണ് പ്രധാന ആവശ്യം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംവരണ മാനദണ്ഡങ്ങളിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നാണ് സീറോ മലബാർ സഭ മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ ആവശ്യം. സംസ്ഥാനത്തെ വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാകണമെന്ന നിർദ്ദേശവും സഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിലെ വനം വന്യജീവി നിയമങ്ങൾ മനുഷ്യപക്ഷത്തു നിന്ന് മാത്രമേ നടപ്പാക്കാവൂ എന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ തന്നെ മനുഷ്യവിരുദ്ധ വകുപ്പുകൾ പൂർണ്ണമായി ഒഴിവാക്കി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണമെന്ന് കേന്ദ്ര സർക്കാരിനോടും നിർദ്ദേശിക്കുന്നു.
തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യങ്ങൾ മുൻനിർത്തിയാകും പരിഗണന ഉണ്ടാവുകയെന്ന മുന്നറിയിപ്പാണ് സീറോ മലബാർ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. 24 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹിയിൽ നടക്കുന്ന BJP ദേശീയ കൌൺസിൽ യോഗം ഇന്ന് അവസാനിക്കും. ഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രചാരണ പരിപാടികൾ വേഗത്തിലാക്കാൻ ഇന്നലെ ചേർന്ന ദേശീയ ഭാരവാഹി യോഗത്തിൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. 2 ദിവസത്തെ യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ദേശീയ നിർവാഹക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ 11,500 പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ പ്രമേയം പാസാക്കി വൈകിട്ടോടെ യോഗം പൂർത്തിയാകും. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് ഇന്ന് BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് സൂചന. BJPയിലേക്കെന്ന അഭ്യൂഹങ്ങൾക്കിടെ കമൽനാഥ് ഡൽഹിയിൽ തുടരുകയാണ്. വാർത്തകൾ കമൽനാഥ് നിഷേധിച്ചിട്ടില്ല. കമൽനാഥിന്റെ മകനും MP-യുമായ നകുൽനാഥ് സമൂഹമാധ്യമങ്ങളിലെ ബയോയിൽ നിന്നും കോൺഗ്രസ് എന്നത് നീക്കിയിട്ടുണ്ട്. മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കമൽനാഥിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. പ്രതിപക്ഷ നേതാവായി കമൽനാഥിനെ നിയമിക്കാനും ഹൈക്കമാൻഡ് തയ്യാറായില്ല. രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടുവെങ്കിലും അതും നിഷേധിക്കപ്പെട്ടതോടെയാണ് കമൽനാഥ് BJPയുമായി ചർച്ച ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ട്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലെ കർഷക പ്രതിഷേധം 6ാം ദിവസം തുടരുന്നു. ഇന്ന് വൈകിട്ട് 6-ന് ചണ്ഡീഗഡിൽ കേന്ദ്ര മന്ത്രിതല സമിതിയുമായി കർഷക നേതാക്കൾ ചർച്ച നടത്തും. അർജുൻ മുണ്ടെ ഉൾപ്പെടെ 3 കേന്ദ്രമന്ത്രിമാർ ചർച്ചയിൽ പങ്കെടുക്കും. ചർച്ചയ്ക്ക് ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. കേന്ദ്രം കർഷകർക്കു വേണ്ടി പുതിയ നിർദ്ദേശങ്ങൾ ചർച്ചയിൽ അവതരിപ്പിക്കുമെന്നും സൂചനയുണ്ട്. അതേസമയം സമിതി രൂപീകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശമെങ്കിൽ വഴങ്ങേണ്ടതില്ല എന്നാണ് കർഷക സംഘടനകളുടെ നിലപാട്. ഇന്നത്തെ ചർച്ച കൂടി പരാജയപ്പെട്ടാൽ കർഷകർ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് നീങ്ങും. നവകേരള സദസ്സിന്റെ തുടർച്ചയായി സംഘടിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആദ്യ മുഖാമുഖം പരിപാടി ഇന്ന് കോഴിക്കോട് നടക്കും. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ രാവിലെ 9:30 വിദ്യാർത്ഥികളുമായാണ് സംവാദം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ആരോഗ്യമന്ത്രി വീണ ജോർജ്, ജില്ലയിലെ മന്ത്രിമാർ, സർവകലാശാല വൈസ് ചാൻസലേഴ്സ്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. നവകേരള സൃഷ്ടിക്കായുള്ള വിദ്യാർത്ഥികളുടെ ആശയം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ, വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവ ചർച്ചയാകും. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. 100 കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ കാപ്പുകെട്ട് ചടങ്ങ് പൂർത്തിയാക്കിയാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ അവലോകന യോഗം ചേർന്നു. 1-ാം ദിവസം കാപ്പുകെട്ട് ചടങ്ങോടെ ഉത്സവാഘോഷങ്ങൾ ആരംഭിച്ചു. പതിവ് പോലെ ആദ്യ ദിവസം തന്നെ വൻ ഭക്തജന തിരക്ക. ക്ഷേത്രത്തിന് മുന്നിലെ ഓലപ്പുരയിൽ കണ്ണകി ചരിതം ചൊല്ലിയുള്ള തോറ്റംപാട്ടും പാടിത്തുടങ്ങി. പ്രാർത്ഥനകളാലും ശരണമന്ത്രങ്ങളാലും ക്ഷേത്രം ഭക്തിസാന്ദ്രം. അങ്ങനെ വിശ്വാസികൾ 1 വർഷമായി കാത്തിരുന്ന പൊങ്കാലക്കാലത്തിന് തുടക്കം. പൊങ്കാലക്കലങ്ങളുടെയും ചുടുകട്ടകളുടെയും വിൽപ്പനയിൽ നഗരവും ഉത്സവലഹരിയിൽ. തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ വിവിധ വകുപ്പുകൾ ചേർന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേർന്നു. സന്ധ്യയ്ക്ക് ദീപാരാധന തൊഴാനും പതിവിലേറെ ഭക്തരെത്തി. രാത്രി വൈദ്യുതി ദീപാലങ്കാരങ്ങൾ തെളിഞ്ഞതോടെ ക്ഷേത്ര പരിസരം ഉത്സവപ്രഭയിൽ ആറാടി. വൈകിട്ട് പ്രശസ്ത സിനിമാ താരം അനുശ്രീ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷത്തെ ആറ്റുകാൽ ട്രസ്റ്റിന്റെ അംബ പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂറിന് സമർപ്പിച്ചു. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം വിവിധ വേദികളിൽ കലാപരിപാടികൾ അരങ്ങേറി. വർഷങ്ങളെക്കാൾ വിശ്വാസികൾ പൊങ്കാലയിടാനെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നത്. 40 ലക്ഷം സ്ത്രീജനങ്ങൾ പൊങ്കാലയിടുമെന്നാണ് അനൌദ്യോഗിക കണക്ക്. ഭക്തർക്കിനി 7 ദിവസത്തിന്റെ കാത്തിരിപ്പ്. 7-ാം ദിവസം പകൽ തലസ്ഥാനം പൊങ്കാലക്കളമാകും. 24 തിരുവനന്തപുരം. നിയമോപദേശം നൽകിയതിന്റെ പേരിൽ അഭിഭാഷകനെ പോലീസ് പ്രതി ചേർത്തതിൽ പ്രതിഷേധം. അഭിഭാഷകരുടെ നേതൃത്വത്തിൽ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഭിഭാഷക വൃത്തിക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്നാണ് ബാർ അസോസിയേഷന്റെ കുറ്റപ്പെടുത്തൽ.
സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായവർക്ക് കരാറുണ്ടാക്കി നൽകിയതിന്റെ പേരിലാണ് പട്ടാമ്പിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പി മനോജിനെ പ്രതി ചേർത്ത് പട്ടാമ്പി പോലീസ് കേസെടുത്തത്. കക്ഷികൾക്ക് നിയമോപദേശം നൽകുക എന്ന അഭിഭാഷകന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ കുറ്റകൃത്യമായി വ്യാഖ്യാനിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് പട്ടാമ്പി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കക്ഷികൾ സ്വതന്ത്രമായി വന്ന് വളരെ യാതൊരു ഭയമില്ലാതെ നമ്മളിൽ നിന്ന് ഉപദേശം മേടിക്കാൻ പോലും തടസ്സമുണ്ടാക്കാവുന്ന രീതിയിലാണ് ഈ പോക്ക്. അത് ജനങ്ങളെ ബാധിക്കുന്നതാണ്, അഭിഭാഷകരെ ബാധിക്കുന്നതാണ്. ഈ മൊത്തമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലാണ്. ബംഗളൂരുവിലുള്ള അടച്ചുപൂട്ടിയ പഞ്ചസാര ഫാക്ടറിയുടെ ഉപകരണങ്ങൾ പൊളിച്ചു വിൽക്കുന്നതിന്റെ മറവിൽ 3.5 കോടി തട്ടിയെടുത്ത സംഭവത്തിൽ RSS മുൻ ദേശീയ നേതാവ് തൃത്താല ഞാങ്ങാട്ടിരി മേലെടുത്ത് വീട്ടിൽ KC കണ്ണനെയും ഭാര്യ ജീജാബായിയും കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ബംഗളൂരുവിൽ 1 കോടിയിലധികം രൂപ കൈമാറിയ ബിസിനസിന് 1 മാസത്തിന് ശേഷം പട്ടാമ്പിയിൽ വെച്ച് കരാർ തയ്യാറാക്കി നൽകിയതിന്റെ പേരിലാണ് അഡ്വക്കേറ്റ് മനോജിനെ 4ാം പ്രതിയാക്കി കേസെടുത്തത്. വിഷയത്തിൽ കേരള ബാർ കൗൺസിൽ, സംസ്ഥാന പോലീസ് മേധാവി, ജഡ്ജസ് തുടങ്ങിയവർക്ക് നിവേദനം നൽകാനും അഭിഭാഷകനെ പ്രതിസ്ഥാനത്ത് നിന്ന് നീക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുമാണ് അഭിഭാഷകരുടെ തീരുമാനം. 24 പാലക്കാട്. ആലപ്പുഴ കലവൂരിൽ 13 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകനെതിരെ കുടുംബം. നിസ്സാര കാര്യത്തിന് PT അധ്യാപകൻ ശിക്ഷിച്ചതിലെ മനോവിഷമത്തിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കളും സഹപാഠികളും ആരോപിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് മനോജ് മീര ദമ്പതികളുടെ മകൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രജിത്ത് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. മിസ്സാണേലും സാറാണേലും അവർക്ക് എന്തെങ്കിലും എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു നീതി വാങ്ങിച്ചു തരണം എനിക്ക്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് എൻ്റെ മോനിന് തിരിച്ചു കിട്ടത്തില്ല, പക്ഷെ മറ്റൊരു കുഞ്ഞിന് ഇത് ഉണ്ടാവാനായിട്ട് അനുവദിക്കരുത്. സ്കൂളിലെ അവസാന പീരീഡിന് വൈകിയെത്തിയ പ്രജിത്തിനെയും മറ്റൊരു സഹപാഠിയെയും സ്കൂളിലെ തന്നെ PT അധ്യാപകനായ ക്രിസ്തുദാസ് ശാസിക്കുകയും ചൂരൽ കൊണ്ട് തല്ലുകയും ചെയ്തു എന്നാണ് സഹപാഠികൾ പറയുന്നത്. ഇങ്ങനെ പിടിച്ച് അവിടെ സ്കൂളിൽ ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി കമ്പിയുണ്ട്, ആ കമ്പിയെ പിടിച്ച് നിർത്തിയിട്ട് ബാക്കിലിട്ട് കുറേ അടിച്ച്. PT സാറ് ഞങ്ങൾക്കിട്ട് തല്ലി ബാക്കിലിട്ട്, എന്നിട്ട് ഞങ്ങൾ ക്ലാസ്സിലോട്ട് കയറ്റിയിരുത്തി. ആ സമയത്ത് ഇവനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് രേഷ്മ മിസ്സും ക്രിസ്തുദാസ് സാറും എന്നാണ് മറ്റു പറഞ്ഞത്. ഞാൻ ക്ലാസ്സിൽ കിടക്കായിരുന്നു. കടുത്ത മനോവിഷമത്തിലായിരുന്നു സ്കൂൾ വിട്ട ശേഷം പ്രജിത്ത് വീട്ടിലേക്ക് എത്തിയതെന്ന് സഹപാഠികൾ പറയുന്നു. മൂത്ത സഹോദരൻ +1 വിദ്യാർത്ഥിയായ പ്രണവ് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഇളയ സഹോദരൻ പ്രജിത്ത് സ്കൂൾ യൂണിഫോമിൽ തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നെ ഈ പയ്യനെ ഒരു ജലക്കമ്പി ഇങ്ങനെ 2 കൈയും പിടിച്ചിട്ട് പുറകിൽ നിന്ന് ഒരു സാറ്, അത് ഡ്രില്ല് സാറ് അടിച്ചെന്ന് പറയും. കുറേ അടിച്ചു. ആ ശബ്ദം അപ്പുറത്തെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് വരെ കേൾക്കായിരുന്നു. അത് തല്ലിക്കഴിഞ്ഞ് ഒരു ടീച്ചർ വിളിച്ചിട്ട് പോയിട്ട് ഒത്തിരി ഫയർ ചെയ്തു. അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് കുട്ടി ഇത് ചെയ്തിരിക്കുന്നത്. സംഭവം നടക്കുമ്പോൾ കൂലിപ്പണിക്കാരനായ അച്ഛൻ മനോജും അമ്മ മീരയും വീട്ടിലുണ്ടായിരുന്നില്ല. മകന്റെ മരണത്തിന് കാരണം അധ്യാപകന്റെ ക്രൂരമായ ശിക്ഷാരീതിയാണെന്നും ഇതിൽ നിയമ നടപടി വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. പക്ഷെ അവനെ ഒരുപാട് ഉപദ്രവിച്ചെന്നാണ് അറിയണത്. ഇപ്പോൾ ഒരു സാറ് ഉപദ്രവിച്ചെന്ന് അറിയണത്. പിന്നെ അവന് ടീച്ചർമാർ, വേറെ ഏതോ ടീച്ചർ, രേഷ്മ മിസ് എന്നൊക്കെ പറയുന്നു. ഇവൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേർ പറഞ്ഞ രേഷ്മ മിസ്സും PT സാറൊക്കെ അവനെ ഉപദ്രവിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് വഴക്കിട്ട് അവന്, ആരെങ്കിലും വഴക്കിട്ട് അവന് താങ്ങാൻ പറ്റത്തില്ല. അവൻ പെട്ടെന്ന് എന്താ നിൻ്റെ പേരെന്താ അങ്ങനെയുണ്ട്. വഴക്കിൽ നിന്ന് തല്ലിൽ നിന്ന് അവന് സഹിക്കാൻ പറ്റിയിട്ടില്ല, അതാണ് കാര്യം. സംഭവത്തിൽ ആലപ്പുഴ ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. എന്നാൽ വിദ്യാർത്ഥിക്ക് നേരെ ഒരു തരത്തിലുമുള്ള പീഡനവും ഉണ്ടായിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. പ്രജിത്തിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത മണ്ണഞ്ചേരി പോലീസ് തുടരന്വേഷണം ആരംഭിച്ചു. 24 ആലപ്പുഴ. തിരുവനന്തപുരം കൈതമുക്കിൽ ബേക്കറിയിലുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് മരിച്ച വയോധികന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മരിച്ച അപ്പു ആചാര്യയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ കണ്ണന് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കും. ഗ്യാസ് സിലിണ്ടർ ചോർന്നതാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകൻ അലക്സി നവൽനിയുടെ മരണത്തിൽ പുടിന് പങ്കുണ്ടെന്ന ആരോപണവുമായി കുടുംബം. മരണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ രംഗത്തെത്തി. എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്ന പുടിന്റെ പതിവ് ശൈലിയാണ് നവൽനിയുടെ മരണത്തിന് പിന്നിലും എന്നാണ് ആരോപണം.
യുക്രൈനിൽ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത വാഗ്നർ ഗ്രൂപ്പ് തലവൻ യെവ്ഗനി പ്രിഗോഷിൻ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത് 2023-ൽ. മോസ്കോയിലേക്ക് പടനയിച്ചതിനെ തുടർന്നാണ് പുടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ പ്രിഗോഷിൻ ഉൾപ്പെട്ടത്. അക്കോഡിസ്കോ എന്ന പാട്ടിലൂടെ പുടിനെ വിമർശിച്ച ദിമിത്രി സ്വിർഗുനോവിന്റെ അപകടമരണം 35-ാം വയസ്സിൽ 2023 മാർച്ച് മാസത്തിൽ വോൾഗ നദി മുറിച്ചു കടക്കുമ്പോൾ കൊടും ശൈത്യത്തിൽ മുങ്ങി മരിച്ചു എന്നാണ് റിപ്പോർട്ട്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ വിമർശിക്കുകയും യുക്രൈന് പിന്തുണ നൽകുകയും ചെയ്ത വ്യവസായി ഡാൻ റാപ്പോപോർട്ടിനെ 2022 ഓഗസ്റ്റിൽ വാഷിംഗ്ടണിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. മരണം കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് ആത്മഹത്യയെന്നായിരുന്നു റിപ്പോർട്ട്. പുടിന്റെ കടുത്ത വിമർശകനും പാർലമെന്റ് അംഗവും വ്യവസായിയുമായിരുന്ന പാവൽ ആന്റോവിനെയും സഹയാത്രികൻ വ്ളാദിമിർ ബിറ്റനോവിനെയും ഒഡീഷയിലെ ഹോട്ടലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് 2022 ഡിസംബറിൽ. ഹോട്ടൽ മുറിയുടെ ജനലിൽ നിന്ന് താഴേക്ക് വീണു മരിച്ചു എന്നായിരുന്നു റിപ്പോർട്ട്. കടുത്ത പുടിൻ വിരുദ്ധനായിരുന്ന പ്രതിപക്ഷ നേതാവ് ബോറിസ് നെംസോവ് യുക്രൈനിൽ അധിനിവേശം നടത്തി ക്രെംലിൻ പിടിച്ചെടുത്ത റഷ്യയുടെ നിലപാടിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. മാധ്യമങ്ങൾക്കു നൽകിയ അഭിമുഖത്തിൽ പുടിനെതിരെ പരസ്യ പ്രസ്താവന നടത്തിയ ബോറിസ് നെംസോവ് 2015-ൽ മോസ്കോയിൽ അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചു. പുടിന്റെ അടുത്ത സുഹൃത്തും ശതകോടീശ്വരനുമായിരുന്ന ബോറിസ് ബെറസോവ്സ്കിയും പുടിനുമായുള്ള ബന്ധം പിന്നീട് വഷളായി. പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ പുടിൻ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾക്കെതിരായിരുന്നു ബെറസോവ്സ്കി. 2013-ൽ ബെറസോവ്സ്കിയെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയെന്ന് റിപ്പോർട്ട്. റഷ്യൻ സർക്കാരിനെതിരെ മനുഷ്യാവകാശ കേസുകൾ നയിച്ച അഭിഭാഷകൻ സ്ലാനിസ്ലേവ് മാർക്കലോവിനെ 2009 ജനുവരിയിൽ മുഖംമൂടി ധരിച്ചെത്തിയ അക്രമി കൊലപ്പെടുത്തി. റഷ്യൻ ജേർണലിസ്റ്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ അന്ന പോളിറ്റ്കോവ്സ്കായ ഓഫീസിൽ വെടിയേറ്റു മരിച്ചതും പുടിൻ വിമർശകനായ അലക്സാണ്ടർ ലിറ്റ്വിനെങ്കോ പൊളോണിയം വിഷം അകത്തുചെന്ന് മരിച്ചതും 2006-ലാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24.